മാനസികമായി, വാക്കിലൂടെ, ശാരീരികമായി സദാ സർവദാ കള്ളം ചെയ്തുകൊണ്ട് അന്യരെ വഞ്ചിക്കുക. ഈ വലിയ സ്ഥലങ്ങളിലൊക്കെ ഒരു ഏർപ്പാടുണ്ട്. പുറത്ത് ബഹളം ഉണ്ടാക്കി കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു പറഞ്ഞ് 4-5 പേര് ഓടും. ആ കൂടെ ആ സ്ഥലത്തെ വീടുകളിൽ നിന്നുള്ളവരെല്ലാം ഓടും. ഈ സമയത്ത് വീടിനകത്ത് കയറി വേറെ ആണുങ്ങൾ കട്ടിട്ട് പോകും. ഒരുപാട് കള്ളന്മാർ ചേർന്നുള്ള ഒരു കളി, ഒരു കള്ളക്കളി. ഇതൊക്കെ അപഗ്രഥിക്കുക, ഇതൊക്കെ പഠിക്കുക എന്നുള്ളത് പലപ്പോഴും നമ്മൾ നമ്മുടെ പ്രിയാപ്രിയങ്ങളിൽ നിന്നുകൊണ്ടാണ്. പൂർണ്ണകാമനായ ഒരുവൻ വ്യവസായങ്ങൾ ചെയ്തു, മറ്റു കാര്യങ്ങൾ ചെയ്തു, എല്ലാം വിജയത്തിൻ്റെ ഒരു സെനിത്തിലെത്തുമ്പോൾ ഒരു സ്വയം പര്യാപ്തതയുടെ ഉച്ചിയിൽ വെച്ച് നിർത്താൻ തോന്നുന്ന ഒരു അവസ്ഥയുണ്ട് ജീവിതത്തെ. ഏതാണ്ടൊരു ഊഹം കിട്ടാനൊരു നിയമം ഞാൻ പറയാം. എക്കണോമിക്സ് പഠിക്കുമ്പോൾ അതിനകത്തൊരു നിയമമുണ്ട്. എ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്നാ പറയാം. സ്വയം സാധ്യതാ സിദ്ധാന്തത്തിന്റെ ഔന്നത്യത്തിലെത്തുക. വേണ്ടതെല്ലാം കിട്ടി എന്നൊരറിവ്, ഒരു തരം തൃപ്തി. ഇനി എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല. ഇവിടെ വെച്ച് വരുന്ന ഒരു സന്യാസമുണ്ട്. അതിന് വ്യവസ്ഥാപിത നിയമമൊന്നും ഇല്ലാതെ വരുന്നവരാണ്. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ ഈ കള്ളന്മാരുടെ പട്ടികപ്പെടുത്താൻ പറ്റില്ല. അവർക്ക് നാളെ നിങ്ങൾ ഇടിച്ചാലും തൊഴിച്ചാലും നാളെ ഉപദ്രവിച്ചാലും പോലും യാതൊരു പ്രശ്നവുമില്ലാത്ത, എന്നാൽ ഇടിക്കുന്ന നിങ്ങൾ പലപ്പോഴും അവരുടെ പാപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് പോലെ നിങ്ങൾ ദുഃഖത്തിലേക്ക് പോകേണ്ടി വരുന്ന ഒരു വലിയ ലോകമുണ്ട്. വളരെ സൂക്ഷിക്കേണ്ട ലോകമാണ്. അഭിശപ്ത മുഹൂർത്തങ്ങളെ ഉണ്ടാക്കുവാൻ പോന്ന ഒരു വളരെ ഔന്നത്യത്തിൽ നിൽക്കുന്ന മാനസികാവസ്ഥയുടെയും ജീവിതത്തിൻ്റെയും പ്രതീകങ്ങളുണ്ട്. ഞാനും നിങ്ങളും ഒന്നും അല്ലാതെ ഒരു വലിയ ലോകം അവരുടേതായി അവിടെ ഇവിടെയൊക്കെ കണ്ടുവന്നു വരും. ഒന്നും വേണ്ടാത്തവർ, എല്ലാം ഉള്ളവർ. അങ്ങനെ വരുന്നവർ വ്യവസ്ഥാപിത രീതിയിലും വരും. അവിലായിലെ തെരേസയും നിജയിലെ ഗ്രിഗറിയും ശ്രീശങ്കരനും ശ്രീനാരായണനും ചട്ടമ്പി സ്വാമികളും രാമകൃഷ്ണദേവനും ഒക്കെ എണ്ണമറ്റവർ ഈ പട്ടികയിലുണ്ട്. പേര് പറയാവുന്ന 3-4 എണ്ണം പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് വേറെ ആരും ഇല്ല എന്ന് ധരിക്കരുത്. മുത്തനബിയും ആവിലായിലെ തെരേസയും നിജയിലെ ഗ്രിഗറിയും ഒക്കെ ഒരേ പട്ടികയിൽപ്പെട്ടവരാണ്, ഒരേ ഭാവാതീതന്മാരാണ്. അവരുടെ വാക്കുകളും അവരുടെ മനസ്സും അവരുടെ സ്നേഹകൽപ്പനകളും ഒരിക്കലും ലോകത്തിന് വേദന നൽകുന്നവയായിരുന്നില്ല. ലോകത്തെ എന്നും തഴുകി തലോടുന്നവയായിരുന്നു. അത്തരം ഭാവാതീതന്മാരുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാവും പലപ്പോഴും. അവരിൽ ചിലരോടൊപ്പം ഐശ്വര്യം വന്നു എന്നിരിക്കും, ചിലപ്പോൾ വന്നില്ല എന്നിരിക്കും. അവർക്ക് ദാരിദ്ര്യമോ ഐശ്വര്യമോ രണ്ടുമില്ല. മറിച്ച് അവരുണ്ടാക്കിയിട്ടിട്ട് പോയതിനെ ചൊല്ലി പിന്നീട് വരുന്നവൻ വഴക്കടിച്ചു എന്ന് വരും. അതിൻ്റെ അധികാരത്തിന് വേണ്ടി ഉപജാപങ്ങൾ ഉണ്ടാക്കിയെന്ന് വരും. അത്തരം ഉന്നതന്മാരുടെ ഒരു നിര തന്നെ ലോകത്ത് എല്ലായിടത്തുമുണ്ട്. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം കണക്കിലെടുക്കുമ്പോൾ അതുപോലും തിരിച്ചറിയുന്നതിനുള്ള ഒരു അറിവ് ജനതയ്ക്ക് കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത്തരമൊരവസ്ഥയിൽ സാധാരണ ജനം നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടുക? ഇന്നിപ്പോ ഒരു ഭരണാധികാരി പോയ സ്ഥലം ഉത്തമമാണ്, ഒരു മാധ്യമ പ്രവർത്തകൻ പോയിടത്ത് ഉത്തമമാണ്, ചീഫ് ജസ്റ്റിസ് പോയിടത്ത് ഉത്തമമാണ് എന്ന് കണക്കിലെടുക്കേണ്ടുന്ന ഒരവസ്ഥ വന്നാൽ ജനം പോയത്, ഇവരെല്ലാം പോയിടത്തൂടെ പുറകെ പോയതല്ലേ? മുമ്പേ പോയ ഒരു പശുവിൻ്റെ പുറകെ പോയ പശുക്കളായി ഇതെല്ലാം. അന്ധനെ നയിച്ച പോലെ.